എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരുപാട് പഠിച്ച സ്ത്രീകളുണ്ട്. നല്ല വിദ്യാഭ്യാസമുള്ള വീട്ടിലെ ടീച്ചേഴ്സ്, എഞ്ചിനീയേഴ്സ്, മെഡിക്കൽ ഫീൽഡിൽ, പക്ഷെ ആരും ഒന്നും ചെയ്യുന്നില്ല. മെക്കാനിക്കിന് നല്ല സാധ്യത. ഞാനിന്നുള്ളത് ഇരിക്കൂറാണ്. ഇരിക്കൂർ ഒരു സംരംഭം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇസ്ര ലേണിംഗ് സ്കൂളാണ്. ഇത് സ്ത്രീകൾക്കായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇവിടെ പഠിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് സ്വന്തമായി സംരംഭം തുടങ്ങാൻ ആവശ്യമായ കഴിവുകൾ, അതുപോലെ വർക്കുകൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ ട്രൈലറിങ് ഉണ്ട്, അതുപോലെ ഫാഷൻ ഡിസൈനിങ് ഉണ്ട്, അതുപോലെ കുക്കിങ്ങിന്റെ സംഭവങ്ങളുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള ചെറുപൊടികളും മുളക് പൊടികൾ, ഇങ്ങനെ പല രീതിയിലുള്ള സാധനങ്ങളാണ് ഇവിടുന്ന് ട്രെയിൻ ചെയ്യുന്നത്. പല പല വിഷയങ്ങളിലുള്ള ക്ലാസ്സുകളാണ് ഇവിടെ കൊടുക്കുന്നത്. ഇനി എൻ്റെ സുഹൃത്തായ ഷബാനയാണ് ഈ ഒരു സ്ഥാപനം നടത്തുന്നത്. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ഷബാനോട് തന്നെ ചോദിക്കാം. എൻ്റെ പേര് ഷബാന. ഞാൻ താമസിക്കുന്നത് ഇരിക്കൂർ നിലാമുറ്റത്താണ്. നിലാമുറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്ഥലം തന്നെ അല്ലേ? നിലാമുറ്റ പള്ളിയുടെ തൊട്ടടുത്ത്, നിലാമുറ്റം മാമാൻ അമ്പലത്തിന്റെ ഒക്കെ അടുത്ത്. നിങ്ങൾ പേര്? ഞാൻ സഫ്രീന. ഞാൻ കണ്ണൂരാണ് താമസം. കണ്ണൂർ എവിടെ? കണ്ണൂർ താണക്ക് ലക്ഷ്മി ഹോസ്പിറ്റലിന്റെ അടുത്ത്. ഡെയിലി പോയിട്ട് വരുന്ന? ഡെയിലി ചെയ്യാന്ന്. ബസ്സുള്ളതുകൊണ്ട് പ്രശ്നം വരാറില്ല. പിന്നെ ഇഷ്ടമാണ്, ട്രെയിനിങ് ഇഷ്ടമാണ്, യാത്ര ഇഷ്ടമാണ്. രണ്ടുകൊണ്ട് ദൂരം വലിയ പ്രശ്നമാവാറില്ല. ഇവിടെ ട്രെയിനായിട്ട് ഇപ്പൊ 1 വർഷമാവാണ്. എത്ര വർഷം? 1 വർഷം. 1 വർഷമായി. അപ്പൊ ഈ സ്ഥാപനം ഇങ്ങനെ വനിതകൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം തുടങ്ങാനുള്ള ഒരു മോട്ടീവ് എന്താണ്? എന്തെങ്കിലും കാരണമല്ല വനിതകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംരംഭത്തിന്റെ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനം, അതിന്റെ ഒരു ഇത് നമ്മള് തുടങ്ങാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, ഇപ്പം കല്യാണത്തിന് ശേഷം ചിലപ്പോ ഭർത്താക്കന്മാരെ സമ്മതിക്കാതെയോ അല്ലെങ്കിൽ കുറെ ആളുകളൊന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്നവരാണ്. കുറെ ആളുകൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഒരു സ്കില്ല് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാല് അവർക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ ഒരു വരുമാനം കണ്ടെത്തുക, അവരൊന്ന് എൻഗേജ് ആക്കുക, ഡിപ്രഷൻ മൂടുന്ന് മാറ്റുക, അതൊക്കെയായിരുന്നു ഉദ്ദേശം. നമ്മൾ ആദ്യം തുടങ്ങിയത് ഇരട്ടിയിലാണ്. ഇരട്ടിയിൽ തുടങ്ങി, പിന്നെ അതൊരു കുറച്ചു കാലം ചെയ്തു, പിന്നെ നമ്മൾ പല സ്ഥലങ്ങളിലും പോയി ചെയ്തു. പിന്നീടാണ് ഇരിക്കൂർ. ആദ്യം ഓഫീസ് ഉണ്ടായിരുന്നില്ല. എങ്ങനെ ആദ്യമേ ഇതുപോലെ? ആദ്യം ഞങ്ങൾ ഓൺലൈൻ ആയിട്ട്, പിന്നെ 1 ഡേ പ്രോഗ്രാമുകളാണ്, കണ്ടിന്യൂസ് ആയിട്ടല്ല. 1 ഡേ പ്രോഗ്രാമുകൾ ഓരോ സ്ഥലങ്ങളിൽ പഞ്ചായത്ത് തലത്തിൽ ഓരോരുത്തർ വിളിക്കുന്നതിനനുസരിച്ച് കുടുംബശ്രീക്ക് അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് എൻക്വയറി വരുന്നത് അവിടെ ഒരു ടീം സെറ്റ് ചെയ്ത് അവിടെ ഒരു റൂം വാടകയ്ക്ക് എടുത്തിട്ട് 1 ഡേ 2 ഡേ വർക്ക്ഷോപ്പ് ചെയ്തത്. പിന്നെ നമ്മൾ ഇരട്ടിയിൽ മലബാർ കോളേജായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അവിടെ ചെയ്തു. പിന്നീടാണ് ഇരിക്കൂർ സ്വന്തമായിട്ട് ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് എത്ര നാളായി? ഇതിപ്പോ 2ാം വർഷമാണ്. 2ാമത്തെ വർഷമായി. അപ്പൊ ഏകദേശം എത്രത്തോളം ആളുകൾ ഇപ്പൊ ഇവിടെ പഠിച്ചിട്ടുണ്ടോ? എന്തായാലും 100-300 ആളുകൾ. 1 ഡേ ക്ലാസ്സുകളാണ് കൂടുതൽ അല്ലേ? കൂടുതൽ 1 ഡേ ക്ലാസ്സുകളാണ്. എന്തൊക്കെ ക്ലാസ്സുകളാണ് മെയിനായിട്ട് കൊടുക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മളോട് ആവശ്യപ്പെടുന്ന എല്ലാ ക്ലാസ്സിന്റെയും നമ്മളെ ടീച്ചേഴ്സിനെ കൊണ്ടുവന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതായത് ആ ഒരു പോസ്റ്റർ ചെയ്ത് ഒരു 10 പേരെ കിട്ടുവാണെങ്കിൽ നമ്മളത് ചെയ്യും. കാരണം എല്ലാ തരത്തിലുള്ള ട്രെയിനേഴ്സും നമ്മളെ കൂടെ ഉണ്ട്. ഞാൻ റൂട്ട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് ആ ഒരു കോണ്ടാക്ട് വെച്ചിട്ടൊക്കെ ടീച്ചേഴ്സിനെ കൊണ്ടുവരും. നമുക്ക് എല്ലാ ഭാഗത്തും, അതായത് മലപ്പുറത്ത് നിന്ന്, എറണാകുളത്ത് നിന്ന്, തിരുവനന്തപുരത്തൊക്കെ 1 ഡേ ക്ലാസ്സിന് ആളുകൾ വരുന്നുണ്ട്. ഈ കുക്കിങ്ങിന്റെ ഞാൻ പപ്സ് മേക്കിങ്ങിന്റെ ക്ലാസ്സിന്റെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ വെക്സിൻ ആർട്ടിന്റെ ഉണ്ടായിരുന്നു അല്ലെ? വെക്സിൻ ആർട്ട് പിന്നെ അന്ന് എത്ര പേരുണ്ടായിരുന്നു? റെസിനാർട്ടിന്റെ ഒരു 4-5 പേര്. റെസിൻ ആണ് പറയാല്ലേ? റെസിൻ ആർട്ട്. അത് നല്ല രസമാണ് സംഭവം, നല്ല കാണാൻ രസമുണ്ടായിരുന്നു. അത് കുറച്ച് പേരുണ്ടായിരുന്നല്ലോ. അപ്പൊ അവര് സ്വന്തമായിട്ട് ഇത് കഴിഞ്ഞിട്ട് സ്വന്തമായി ചെയ്തിട്ട് ഇപ്പൊ നല്ല രീതിയിൽ സെയിലൊക്കെ ചെയ്യുന്നുണ്ടല്ലേ? നമ്മളടുത്ത് പഠിച്ചിട്ട് ക്ലാസ് എടുക്കുന്നവരുണ്ട്. ക്ലാസ് എടുക്കുന്നവരുണ്ട്. അപ്പൊ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് ഇപ്പൊ? ഓൺലൈൻ ഓഫ്ലൈൻ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ ഓൺലൈൻ ഓഫ്ലൈൻ ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ഓഫ്ലൈൻ ചെയ്യുന്നുണ്ട്. നമ്മളെ മെഹന്തി നമ്മൾ പഠിപ്പിച്ച കുട്ടി തന്നെയാണ് പിന്നെ നമ്മുടെ അടുത്ത് ടീച്ചറായിട്ട് വരാൻ ഒക്കെ റെഡി ആയിട്ടുള്ളവരുണ്ട്. ഇനിയിപ്പം നിലവിൽ ചെയ്ത ടീച്ചർ UK-ലേക്ക് പോയി. അവരെ നമ്മൾ ആദ്യം പഠിപ്പിച്ച ഒരു കുട്ടിയാണ് എന്റെ ടീച്ചറായിട്ട് വരുന്നത്. ആ രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. എന്തൊക്കെയാണ് ഇപ്പൊ നിലവിൽ കഴിഞ്ഞ ട്രെയിനിങ്ങുകളുള്ളത്? ഇപ്പൊ റെസിനാർട്ടിന്റെ കണ്ട് ഞാൻ പിക്കിൾ യൂണിറ്റിനുള്ളത്, പിന്നെ മസാല പൗഡർ. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തത് മസാല പൗഡറിന് നമുക്ക് കണ്ടിന്യൂസ് എല്ലാ മാസവും നമുക്ക് ബാച്ച് ഇറങ്ങുന്നുണ്ട്. ഒരുപാട് യൂണിറ്റുകൾ മസാല പൗഡറിന്റെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് പഠിച്ചു ഇറങ്ങിയ ശേഷം കുറെ ആൾക്കാർ യൂണിറ്റ് ഒരുപാട് പേര് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവര് ഇപ്പൊ സെയിലിംഗ് കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടുന്ന ലീഗലി വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ബ്രാൻഡിങ് ആയാലും അതിന് വേണ്ടുന്ന കളക്ട് ചെയ്ത് കൊടുക്കും. അവരായിട്ടുള്ള ആ ഒരു കണക്ഷൻ നമ്മളെപ്പോഴും നിലനിർത്തുന്നുണ്ട്. പിന്നെ സോപ്പ് ഉൽപ്പന്നങ്ങള്, സോപ്പിന്റെ ഒരു പ്രാവശ്യം പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്സ്, പിന്നെ ബേക്കിംഗുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ട്.
ഇവരാണെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഫുഡിന്റെ ഐറ്റംസ്. ഇവര് എന്തൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നത്? ഇവര് ഒരുവിധ എല്ലാ കോഴ്സുകളുടെ ട്രെയിനർ തന്നെയാണ് നമ്മളത്. ഇപ്പൊ നിലവില് ഫാഷൻ ഡിസൈനിങ്ങിന്റെ ആരി വർക്ക്, കട്ടിംഗ് സ്റ്റിച്ചിങ്, ഹാൻഡ് എംബ്രോയിഡറി, ജ്വല്ലറി മേക്കിംഗ്, കാൻഡിൽ മേക്കിംഗ്, പിന്നെ സ്റ്റഫ് ടോയ്സ് എല്ലാം. അത് ഒരു ഫാഷൻ ഡിസൈനിങ്ങില് ഒരു വർഷത്തെ കോഴ്സ് എന്തൊക്കെയാണോ വരുന്നത് എല്ലാത്തിന്റെ ട്രെയിനിങ് 1 month ആയിട്ട് ഓരോ കോഴ്സിന്റെ കാലാവധി വരുന്നത്. കൂടുതലും ഇപ്പൊ ഈ കോഴ്സിന് വരുന്ന ആളുകളുടെ ഒരു പ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞവരായിരിക്കുമല്ലോ കൂടുതൽ വരുന്നത് അല്ലേ? അങ്ങനെ ആയിരിക്കുമല്ലേ വീട്ടില് മെഹന്തി റസിനാത്തൊക്കെ നമ്മുടെ കോളേജ് കുട്ടികൾ ഒരു 25 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, കാരണം കുറച്ചും കൂടി ട്രെൻഡി ആയിട്ടുണ്ട്. അല്ലാത്തതിന് നമുക്ക് കൂടുതൽ ഇപ്പൊ മസാല പൗഡർ അങ്ങനെയുള്ളവർക്ക് വരുന്നത് 30-45 വയസ്സിനിടയിലുള്ള. അപ്പൊ ഇതുപോലെ ഇപ്പോ കോഴ്സ് കഴിഞ്ഞ് സംരംഭം തുടങ്ങിയ ആളുകളുടെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും പിന്നെ ഗ്രൂപ്പോ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്? സ്റ്റുഡൻസ് ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ നമ്മൾ അവരെല്ലാ ഗ്രൂപ്പുകളിലും ഇപ്പൊ പോസിറ്റീവ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളില്, ടേസ്റ്റ് ഓഫ് കണ്ണൂരില്, അങ്ങനെ എവിടെയൊക്കെ അവരെ എത്തിക്കാൻ പറ്റും അവിടെയൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മള് ജനറലായിട്ട് ഇപ്പം നടക്കുന്ന എല്ലാ കമ്മ്യൂണിറ്റി ആയിട്ട് ഇതുപോലെയുള്ള കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ഗ്രൂപ്പിലും അപ്പൊ നമ്മൾ പ്രോഗ്രാംസിലൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ടാവും ഇവിടുന്ന്. ഇനിയിപ്പോ എന്താണ് ഇതിലിപ്പോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാൻ വേണ്ടി നമ്മുടെ റൂമിന്റെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അഡീഷണലി എന്താണ് നെക്സ്റ്റ് പ്ലാൻ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിനൊന്നും കൂടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സർട്ടിഫൈഡ് കോഴ്സുകൾ ചെയ്യാനാണ്. അപ്പൊ അതിനെ ഗവൺമെന്റ് തലത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഏജൻസി ഏറ്റെടുത്ത് ചെയ്യുന്ന രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇപ്പൊ നമുക്ക് ഫാഷൻ ഡിസൈനിങ് കോഴ്സാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ളത്. ഉദ്ദേശിക്കുന്നത് മൊബൈൽ ടെക്നീഷ്യൻ പെൺകുട്ടികൾക്കല്ലേ മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് ഒരുപാട് സാധ്യതയുണ്ട്. അപ്പൊ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിപ്പോ പെൺകുട്ടികൾക്കുള്ള മൊബൈൽ ടെക്നീഷ്യൻ ഈ ഏജ് ഒരു പ്രശ്നമായിരിക്കും? ബേസിക് ആയിട്ട് അതിനോട് ഒരു താല്പര്യം ഉണ്ടാവണമെന്നുണ്ട്. ഇപ്പൊ നമ്മുടെ റോഡ് സൈഡിലൊക്കെ ലേഡീസ് വന്നിട്ട് സ്ഥാപനമൊക്കെ തുടങ്ങിയവരൊക്കെ ഉണ്ട്. ഇപ്പോ വേറെ കാര്യം, ഞാനിപ്പോ ഇവിടെ മെക്കാനിക്കിന് നല്ല സാധ്യതയാണ്. 2 വീലർ ഇപ്പോ ലേഡീസ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് സ്വന്തം അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിനെങ്കിലും ഇപ്പൊ ഇന്നലെ നമ്മുടെ ക്ലാസ്സിൽ ഷെഫിന്റെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഷെഫായിട്ട് ലേഡീസ് വരുന്നില്ല. കുക്കിംഗ് ഒക്കെ ലേഡീസിന്റെ കാര്യമാണെങ്കിലും ഷെഫായിട്ട് ആണുങ്ങൾ മാത്രമേ വരുന്നു. അതാ നമുക്ക് പറഞ്ഞതല്ല എന്നുള്ള കാഴ്ചപ്പാടുണ്ടായിരിക്കും. പിന്നെ മെയിന് ആ ഷെഫ്, പിന്നെ ഈ ബ്യൂട്ടീഷ്യൻ, ഈ 2 ഇതിലേക്ക് കല്യാണം കഴിഞ്ഞാൽ ആരും അങ്ങനെ വിടുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. അപ്പൊ കുട്ടികൾ വിചാരിക്കുന്നത് അപ്പൊ നമ്മളത് പഠിച്ചിട്ട് പിന്നെ അതെ, ഇപ്പൊ ഷെഫ് എന്നൊക്കെ പറയുമ്പോ അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് അവർ കാണുന്നില്ല. അവര് കാണുന്ന സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഹോട്ടലിൽ ഒരു പണിക്കാരൻ ചെയ്യുന്ന സ്റ്റാൻഡേർഡിലേക്കാണ് അവർ ആലോചിക്കുന്നത്. വളരെ ട്രെൻഡി ആയിട്ട് കേക്ക് ഉണ്ടാക്കിയാലും സ്ത്രീകളുടെ കൂട്ടത്തിൽ പറയുമ്പോൾ അപ്പത്തിന്റെ പണി എന്ന് പറയുന്നവരുണ്ട്. അവക്ക് എന്താ പണി ചോദിക്കുമ്പോ അപ്പത്തിന് പണി എന്ന് പറയുന്ന ആളുകൾ മാറി വരാത്തത് കൊണ്ടാണ്. അതുകൊണ്ടപ്പോ കുട്ടികൾ വിചാരിക്കുന്നത് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അതിനെ കൊണ്ട് മുൻപോട്ട് ഇതില്ലെങ്കിൽ. അതാണ് ഇപ്പൊ നമ്മളിപ്പോ ഒരു മീൻ വെക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോ ഒരു ദിവസം ഒരു 5000 ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷെ സോഫ്റ്റ്വെയർ കമ്പനിയിലെ ഒരാൾക്ക് ചിലപ്പോ ഒരു ദിവസം ഒരു 600-700 രൂപ ഇല്ലെങ്കിലും പിന്നെ സമൂഹത്തിൽ നോക്കുമ്പോ നിലയും വിലയും മറ്റാൾക്കാരെന്ന് പറഞ്ഞത്. കേക്ക് ഉണ്ടാക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം 1-2 കേക്ക് സെയിൽ ചെയ്താൽ ഡെയിലി 500-1000 രൂപ വരെ കിട്ടും. എന്നാലും ഈ അവരുടെ ഫ്രീ ടൈം മാത്രം ഉപയോഗിച്ചാൽ അവരുടെ കുട്ടികളുടെ കാര്യം വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി കയറിയിട്ടുള്ള ഫ്രീ ടൈമിൽ മറിച്ച് ഒരു ഫുൾ ഡേ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പൈസ കിട്ടുന്നില്ല. ഞാനിപ്പോ വന്നപ്പോ കുറെ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഈ കുട്ടികൾ എന്താണ് പരിപാടി? വെക്കേഷന്റെ ക്ലാസ് ആണ്. നമ്മള് ശരിക്കും ഒരു സർവേ നടത്തിയിട്ട് നമുക്ക് കുട്ടികൾക്ക് നമ്മൾ ചെയ്യുന്നത് മെയിൻ ആയിട്ട് വുമൺ എംപവർമെന്റ് ആണ്. അപ്പൊ അമ്മമാരെയാണ് നമുക്ക് ഇവിടെ വരുന്നതിൽ കൂടുതൽ. അപ്പൊ അവരോട് സംസാരിക്കുന്നത് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ മക്കളാണ്. അപ്പൊ പല കുട്ടികളും ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾ കണ്ടത് തന്നെയാണ് എഴുതാനും വായിക്കാനും അറിയില്ല. അതായത് 7-8 എത്തിയിട്ടും സ്വന്തം പേരെഴുതാൻ അറിയാത്ത കുട്ടികൾ നമ്മുടെ സ്കൂളുകളിൽ പോയി
ടീച്ചേഴ്സുമായിട്ട് സംസാരിച്ചിട്ട് ആ രീതിയിലുള്ള കുട്ടികളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെ സെലക്ട് സെലക്ട് ചെയ്തെടുത്തതാണ്. ഇപ്പൊ ഈ ചെറുപയറും കടലയൊക്കെ വെച്ചിട്ടുള്ള പരിപാടി എന്താ? അതാ ഒന്ന് അവരെ കോൺസെൻട്രേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അത് അതായത് ചെറുപയറും കടലയും വേർതിരിച്ചെടുക്കാൻ വേണ്ടിട്ട് പല പയറുവർഗ്ഗങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് അവർ അത്രയും സമയം ഒന്ന് ഫ്രീ ആയിട്ട് ഇരുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് വേർതിരിച്ച് ശ്രദ്ധിച്ച് അത് എടുത്തെടുത്ത് കളക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി. ഒന്ന് അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറുകൾ ഓരോന്നും വേർതിരിച്ച് മനസ്സിലാക്കുക, അവരെ ഐറ്റത്തിന് വേർതിരിക്കാൻ പഠിപ്പിക്കുക, ഒന്ന് അവരെ ശ്രദ്ധ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. കുട്ടികളൊരു ഗ്രൂപ്പായിട്ട് ഓരോരാൾക്ക് ഓരോ ടാസ്ക് കൊടുക്കുന്നത് അല്ലേ? ഗ്രൂപ്പ് വർക്ക് ചെയ്യുക, ഗ്രൂപ്പായിട്ട് അവർ ടീം വർക്കിലേക്ക് കൊണ്ടുവരിക. ഇപ്പൊ ഈ കുട്ടികളെ ഈ കോഴ്സ് പിന്നെ എത്ര, ഒരു മാസത്തേക്കാണോ? 10 ദിവസത്തെ സൗജന്യ പ്രോഗ്രാം. 10 ദിവസത്തെ സൗജന്യ പ്രോഗ്രാം. അവർക്ക് അത്യാവശ്യം അവരുടെ പേര്, അവരെ എഴുതാനും വായിക്കാനും അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പൊ ഇത് ഈ ക്യാമ്പ് കഴിയാറായോ? 8ാമത്തെ ദിവസം. 8ാമത്തെ ദിവസമായി. എങ്ങനെ കുട്ടികൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? നല്ല വ്യത്യാസം ഉണ്ട്. അവര് സ്വന്തം പേരൊക്കെ അവര് വന്നിട്ടാകുമ്പോ പേരൊക്കെ എഴുതി സ്വന്തമായിട്ട് ഒപ്പിടാനൊക്കെ തുടങ്ങി. അല്ല, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികൾ ഈ കഴിവില്ലാത്തവരല്ല, നമ്മള് ചെറിയൊരു ശ്രദ്ധക്കുറവിന്റെ ഭാഗമായിട്ട്. അതായത് ചിലര് വിചാരിക്കും അവർ അങ്ങനെയാണെന്ന് കരുതിയിട്ട് ഒഴിവാക്കുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെ കോവിഡ് കാലഘട്ടത്തില് ഓൺലൈൻ ക്ലാസ്സുകൾ ആരെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടില്ല. കാരണം പിന്നെ അത് വീണ്ടും പോയി അല്ലെങ്കിൽ യൂട്യൂബിൽ ഇരുത്താന്നെല്ലാം വിചാരിച്ചിട്ട് ഇപ്പൊ ഒരു 5ലും 6ലും പഠിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് കോവിഡ് ടൈമില് 1ാം ക്ലാസ് 2ാം ക്ലാസ് അറ്റൻഡ് ചെയ്തവരാണ്. അങ്ങനെ ആ സമയത്ത് ശ്രദ്ധിക്കപ്പെടാതെ പോയത്, അല്ലെങ്കിൽ അവർക്ക് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടാത്ത കുട്ടികളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളാണ് ഇപ്പം ഇവിടെ വന്നതിൽ കൂടുതൽ. അവർക്കാണ് എഴുതാനും വായിക്കാനും അറിയാത്തത്. ഇപ്പം ക്ലിയർ ആയല്ലേ? ജസ്റ്റ് കുറച്ച് ഒരു 10 ദിവസം കൂടി ഇത്ര ഇമ്പ്രൂവ്മെന്റ് വന്നില്ലെങ്കിൽ ചിലപ്പോ 1-2 മാസം ഒരു വെക്കേഷൻ ആണെങ്കിൽ കൊടുക്കാൻ പറ്റിയാല് നല്ല രീതിയിൽ. സെറ്റ് ആയി. അപ്പൊ ഇനി നെക്സ്റ്റ് ടൈമിൽ ഇനിയിപ്പോ ഇപ്രാവശ്യം നടക്കൂലല്ലോ, അപ്പൊ അടുത്ത പ്രാവശ്യം ഇതുപോലെ ഒരു ക്യാമ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ക്യാമ്പ് പ്ലാൻ ചെയ്ത് നമുക്ക് സൗജന്യമായിട്ട് അറിയാലോ. അല്ല, സൗജന്യമായിട്ടല്ല, നമ്മള് കുറച്ചൊരു അവയർനെസ് ആയിട്ട് ചെയ്തതാണ്. നമ്മളിങ്ങനെ ഒരു ചെറിയ മാറ്റം വരുത്തിയ പാരന്റ്സ്, കാരണം നമ്മൾ അത്ഭുതപ്പെടുത്തി നമ്മൾ വിചാരിച്ചത് ആദ്യം കൊണ്ടുവരുന്നത് പിന്നെ ആരും വരില്ല, ഒരു 2 ദിവസം കഴിഞ്ഞ് അവർ സ്റ്റോപ്പ് ചെയ്തതാണ്. പക്ഷെ കുട്ടികളുടെ വീഡിയോ ഒക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തപ്പോഴേക്കും പാരന്റ്സ് ഡെയിലി കൊണ്ടുവിടാൻ കഴിയില്ല. അല്ല, അത് കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് വരുമ്പോ എന്തായാലും പാരന്റ്സ് കണ്ടിട്ടായിരിക്കണം അവര് അതിന് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോ ആദ്യം ഇപ്പോൾ നമ്മൾ ഈ റൂമിൽ കയറി കണ്ടത് കുറെ ബുക്സ് ആണ്. കാരണം അത്യാവശ്യം നല്ല നല്ല ബുക്സ് ആണ് ഞാൻ കണ്ടത്. ഇത് ബുക്സ് നമ്മൾ പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു ഇതാണ്. അതായത് ഇവിടെ വരുന്ന സ്ത്രീകൾക്ക്, വനിതകൾക്ക് സൗജന്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, വായിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇവിടെ വന്ന് ഇവിടെ ഇരുന്നിട്ട് വായിക്കാം, അതല്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ച് ഇവിടെ എത്തിക്കാനുള്ള രീതിയിൽ ഈ ബുക്കൊക്കെ നമുക്ക് പലരും സ്പോൺസർ ചെയ്തതാണ്. പോസ്റ്റൽ കമ്മ്യൂണിന്റെ ഭാഗത്ത് നിന്ന് രവിയേട്ടനായാലും ഷിറാസ് സാറ്, അങ്ങനെ പലരും നല്ല നല്ല ബുക്സ് എല്ലാം നല്ല ബുക്സ് ആണ്. അതായത് നമുക്ക് YWC എന്ന് പറഞ്ഞിട്ട് വുമൺ കെയർ എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ട്. അതിന്റെ ഒരു ഫൗണ്ടർ തന്നെയാണ് ഞാൻ. ലേഡീസിന്റെ ഒരു ലേഡീസിന്റെ ഗ്രൂപ്പ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ കുറെ ആക്ടിവിറ്റീസ് വുമൺ എംപവർമെന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ഈ ഇടക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? 4 വർഷത്തോളമായി അത് തുടങ്ങിയിട്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് ബുക്ക് റീഡേഴ്സ് ക്ലബ് ഉണ്ട്. നമ്മൾ ഡെയിലി ബുക്ക് വായിച്ചിട്ട് വരാം. ബുക്ക് വായിച്ചിട്ട് അതിന്റെ റിവ്യൂ ഇടുന്നത് നല്ല കാര്യം. ആ ഗ്രൂപ്പിനകത്ത് ഈ പറഞ്ഞതുപോലെ പലർക്കും വായിക്കാൻ താല്പര്യം വരിക, ബുക്കില്ലാത്തൊരവസ്ഥ വന്നപ്പോ ഞാൻ എന്റെ ബുക്സും അതുപോലെ അങ്ങനെ വായിച്ച് നമ്മൾ കഴിഞ്ഞ ബുക്കുകൾ ഉണ്ടാവും, നമ്മൾ മുന്നേ വായിച്ച ബുക്കുകൾ ആവശ്യപ്പെട്ട് വാട്സാപ്പ് മെസ്സേജ് ഇട്ടപ്പം ഒരുപാട് ആൾക്കാർ തിരുവനന്തപുരത്ത്. അല്ല, അതാ ഞാൻ ബുക്കിന്റെ കളക്ഷൻ കണ്ടപ്പോ തോന്നി. കാരണം അത്യാവശ്യം പിന്നെ നല്ല വായിക്കുന്ന ആളുകളാണ്, നന്നായിട്ട് വായിക്കുന്ന ആൾക്കാരാണ്. അതെ, അത് മനസ്സിലായി. കാരണം അറിയുന്നത് കൊണ്ട് ഈ രീതിയിൽ നമുക്ക് തന്നതാണ് ഈ ബുക്സ്. കാരണം ഞാൻ ഇതുപോലെ കുറെ ബുക്സ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലുള്ള എല്ലാ കളക്ഷൻസും ഞാൻ ഏടി കണ്ടു, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഞാൻ വായിക്കും. ഞാൻ ഈ പറഞ്ഞ പോസിറ്റീവ് കമ്മ്യൂണിന്റെ, പിന്നെ അതുപോലെ നമുക്ക് കണ്ണൂർ വുമൻസ് അസോസിയേഷൻ, അതിനൊക്കെ വേണ്ടി ബുക്ക് വായിക്കുന്നതാണ്. ഡെയിലി ബുക്സ് വായിക്കുന്നതാണ്. അപ്പൊ ഇപ്പൊ നമ്മുടെ ഓൺലൈനിൽ കുക്ക് എഫ് ഒക്കെ വന്നതുകൊണ്ട് ബുക്ക് വായന അതിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച്. എന്തായാലും ഇവിടെ വന്നിട്ട് ബുക്ക് എടുക്കാം, വായിക്കാം, തിരിച്ചിവിടെ ഏൽപ്പിക്കാം. അതുപോലെ അക്കാഡമിക്കൽ ആയിട്ടുള്ള ബുക്ക് നമ്മളിപ്പോ കളക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ ഇപ്പോ ഈ ഒരു സംരംഭത്തിനെ കുറിച്ചിട്ട്, നമ്മുടെ ഈ വുമൻസിന്റെ സംരംഭമാണല്ലോ, അപ്പൊ എങ്ങനെയാണ് അവരുടെ അഭിപ്രായങ്ങളൊക്കെ, ഒരു റിവ്യൂസ് എങ്ങനെയുണ്ട്? പൊതുവെ നല്ല ഒരു ഫീഡ്ബാക്ക് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പലർക്കും ചെയ്യാൻ ആഗ്രഹിച്ച കുറെ കാര്യങ്ങൾ ഇപ്പൊ കണ്ടു. നമുക്ക് ഇവിടെ ഇരിക്കൂറായാലും ഇരട്ടി മട്ടന്നൂർ ഒന്നും ഇതുപോലെ ഒരു സംരംഭം ഇല്ല. അതായത് ഒന്നിക്കവരുടെ ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും,
അങ്ങനെ ഏതെങ്കിലും ഒന്ന് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സ്ഥാപനം. ഒരു ട്രെയിനിങ് സ്ഥാപനങ്ങൾ കുറവാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ഇതുപോലെ സംരംഭം തുടങ്ങുന്ന വിമൻസിനെ തുടങ്ങുന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകളും തുടങ്ങുന്നത് ടൈലറിംഗ് ആണ്. ടൈലറിംഗ്, ഫാഷൻ ഡിസൈനിങ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. അവർ ഈ മസാലപ്പൊടി ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നതോ പപ്സ് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നതോ അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു വളരെ വ്യത്യസ്തമായ ആശയം തന്നെയാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഈ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ കണ്ണൂർ മാത്രമല്ല, കോഴിക്കോട്, കണ്ണൂർ, എറണാകുളം, അതുപോലെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഇന്ത്യയിലെ പുറത്തുള്ള ആളുകളും കാണുന്നുണ്ടാവും. അപ്പോൾ ഈ കണ്ണൂരിൻ്റെ പുറത്തുള്ള ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ വിളിച്ചാൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റൂലേ? ഓ തീർച്ചയായിട്ടും. നമുക്ക് തന്നെ പലരും ഫ്രാഞ്ചൈസി ചോദിച്ചു വന്നിട്ടുണ്ട്. ഫ്രാഞ്ചൈസി ആയിട്ട് ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. കണ്ണൂർ, തലശ്ശേരിയൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ആ ഒരു വെബ്സൈറ്റ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാ പഞ്ചായത്തിലും ഇതുപോലത്തെ ഒരു സ്ഥാപനം വുമൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്ത്രീകൾക്ക്, അതായത് അവർക്കൊന്നുമില്ലെങ്കിൽ അവരുടെ ഫ്രീ ടൈം വന്നിരിക്കാനെങ്കിലും ഒരു സ്ഥലം അവരൊന്ന് എൻഗേജ് ആക്കുക, അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യണം. നമ്മളിവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കുള്ള കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. കൗൺസിലിംഗ് ഉണ്ടല്ലേ? അവരിവിടെ എല്ലാ കാര്യങ്ങളും ട്യൂഷനായാലും ഇതിപ്പോ അതുപോലെ തന്നെ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ ബ്രാൻഡിങ്, ഇതുപോലെയുള്ള എല്ലാ ക്ലാസ്സുകളും നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിപ്പോ ഒരാൾക്ക് ഇപ്പോൾ സംരംഭം തുടങ്ങാനാണെങ്കിൽ സ്ത്രീകൾക്കാണ് കൂടുതൽ സംരംഭത്തിൽ ഇപ്പോൾ നമ്മുടെ സബ്സിഡി ആയാലും കാര്യങ്ങളും കിട്ടുന്നത് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. പ്രോജക്റ്റ് ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. അതായത് ഒരു സ്കില്ല് പഠിപ്പിച്ച് അതിനകത്ത് ഒരു വരുമാനം നേടുന്നത് വരെ നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇവിടെ തന്നെ നമ്മൾ ആദ്യ ബാച്ച് കഴിഞ്ഞ ആൾക്കാരുടെയാണ് ഒരു യൂണിറ്റ് നമ്മൾ ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവർ ഇവിടുന്ന് സെയിൽ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് സെയിൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ലൊരു സംരംഭമാണ്, വ്യത്യസ്തമായ ആശയമാണ്. ഇനി നമുക്ക് ഇത് കൂടുതൽ ഡെവലപ്പായിട്ട് നമുക്ക് ഒരു വീഡിയോ കൂടി ചെയ്യാം. പ്രാക്ടീസും കാര്യങ്ങളൊക്കെ സെറ്റ് ആവട്ടെ. ഒരു പാർട്ട്ണറും കൂടി ഉണ്ട്. ആള് ഗൾഫിലാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് ഒരു വീഡിയോ എന്തായാലും ചെയ്യണം. അപ്പോൾ അപ്പോഴേക്ക് നമുക്ക് ഇതൊന്ന് സെറ്റപ്പ് ആക്കി കുറച്ച് ആളുകളൊക്കെ വരട്ടെ. ശരി ശരി.